എടാ കഴിച്ചിട്ട് പോടാ. ഇല്ല റീത്ത, നീ പറഞ്ഞതിനപ്പുറം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നാളെ അങ്ങോട്ട് വരാം. ആ ബീച്ച് റോഡില്ലേ, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ, ശരി. നീ എന്താ ഒളിഞ്ഞു നേക്കുന്നോ? നീ എത്രക്ക് ചീപ്പാണോ? ഞാനാണോ ചീപ്പ്? ആഹാരം കഴിക്കാൻ പോലും സമയമില്ല, ഈ ഫോണും പിടിച്ചോണ്ട് എങ്ങോട്ടാണെന്ന് എനിക്ക് അറിയണ്ടേ? എന്തിന്? എന്റെ ഫോണ് എന്നെ പല ആൾക്കാരും വിളിക്കും. മേലെ എന്റെ കാര്യത്തിൽ ഇടപെട്ടു പോയി. പിന്നെ ഞാൻ ആരെ കാര്യത്തിൽ ഇടപെടേണ്ടത്? നീ പിന്നെ എന്തിനാ തലയിട്ട് കൊണ്ട് വന്നേ എന്നെ? പിന്നെ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾ ഒറ്റ വരുത്തിയാണ്. ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇത് വേണ്ട. നിങ്ങൾ ഒരാളുടെ നിർബന്ധത്തില്ല ഇത്. സുജി, നീ എന്തൊക്കെയാ പറയുന്നേ? എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ ആരെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ലല്ലോ. വെറുതെ എന്റെ കാര്യത്തിൽ തലയിടാതെ. സുജി, എന്താ നിന്റെ പ്രശ്നം? നിനക്ക് എന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എന്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞ് പൊക്കോളാം. ആരെ ലൈഫ് നശിപ്പിക്കാനൊന്നും ഞാനില്ല. പിന്നെ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ നിൽക്കണമെന്നില്ല. പൊടി. നീ പരിധി വിടുന്നുണ്ട് കേട്ടോ. സ്വന്തം ജീവിതം കൊണ്ടല്ല നിന്റെ ഈ കളിയുണ്ടല്ലോ, അത് നീ നിർത്തിക്കോണം. അമ്മ ഇതിൽ ഇടപെടണ്ട. ഞാൻ ആരെ കാര്യത്തിൽ തലയിടാൻ വരുന്നില്ലല്ലോ. പിന്നെ ഇവർക്ക് മാത്രം എന്താ ഇത്ര? ആകപ്പാടെ 5-6 മാസമായതേ ഉള്ളൂ. എനിക്ക് മടുത്തു. സുജി, ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നെണ്ടാ? ഇതെന്താ ഇത്രയും കവറുകള്? ഇതെല്ലാം നിനക്ക് വേണ്ടിയുള്ള ഡ്രസ്സസാ. നമ്മൾ അടുത്ത ആഴ്ച സ്വിറ്റ്സർലാൻഡിൽ പോവാ. അതിന് വേണ്ടിയുള്ള ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഞാൻ വണ്ടി ഇന്ന് ബുക്ക് ചെയ്തേ ഉള്ളൂ. സുജി, എന്തൊക്കെയാ പറയുന്നേ? അടുത്ത മാസം ലോൺ അടയ്ക്കാൻ പൈസ ഇന്നലെ രാത്രി കിടന്നപ്പോ കൂടി പറഞ്ഞല്ലേ ഉള്ളൂ. എന്നിട്ട് ഈ ടിക്കറ്റിന്റെ പൈസ ഒക്കെ എവിടെന്നാ? പൈസയെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. എത്ര കോടിയുടെ ബിസിനസ് പ്ലാൻസ് എന്റെ ഉള്ളതെന്ന് അറിയാമോ? അല്ലെങ്കിൽ നീ പണ്ടേ അങ്ങനെ തന്നെ. എനിക്ക് സന്തോഷം വരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിനക്ക് പിടിക്കത്തില്ല. നെഗറ്റീവ്. നിന്റെ ഉപദേശം എനിക്ക് കേൾക്കണ്ട. എന്റെ വഴിക്ക് എങ്ങനെ തടസ്സം വന്നതുണ്ടല്ലോ, എന്റെ സ്വഭാവം എന്താണ് നീ അറിയും. ചായ പലതവണ പറഞ്ഞോട് മിണ്ട റൂമിൽ കയറി വരില്ല. കഴുത നേരില്ലാത്ത നേരത്തെ ഇനി ഞാൻ ഒന്നേ തുടങ്ങണം. ഇതൊക്കെ ഏത് നീ എന്താ ഈ നേരത്ത്? നല്ല സുഖമില്ല അമ്മേ, അതുകൊണ്ട് ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തു. സുജിൻ, എന്ത് പറ്റി? സുഖമില്ലേ? ചെറിയൊരു തലവേദന, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കും. ഞാൻ പറഞ്ഞോ? എന്തിന്? ഞാൻ ഒന്ന് സമാധാനത്തോടെ റെസ്റ്റ് എടുക്കാൻ എവിടെ വന്നത്? നിനക്ക് അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ലേ? എന്നെ നോക്കാൻ എനിക്കറിയാം.
നിന്റെ അടുത്തല്ല എനിക്ക് കുറച്ചു നേരം സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണോന്ന് പറഞ്ഞ. അല്ല ചായ നിന്റെ അടുത്ത് ഞാൻ ചായ ചോദിച്ചാ അമ്മ പറഞ്ഞു. അപ്പൊ എന്റെ വാക്കിനൊരു വിലയില്ലേ? ഒന്ന് ഇറങ്ങി പോടി. സുജിൻ സുജിൻ എന്റെ പൊന്ന് ദീപ്തി, നിന്നോടല്ലേ പറഞ്ഞ എനിക്കിപ്പോ ചായ വേണ്ടെന്ന്. പോ. നിനക്ക് ചായ ആണോ വേണ്ടാത്ത അത് എന്നെയാണോ വേണ്ടാത്ത? നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ? എന്താടി നിനക്ക്? നിന്റെ ഈ ചീപ്പ് സെന്റിമെന്റ്സ് കാണാൻ എനിക്ക് സമയമില്ല. ഇവിടെ പ്രഷർ അടിച്ച് തല പൊട്ട് തോന്നുന്ന ഇറങ്ങിപ്പോ. പോടി. റീത്ത, നീ ഇറങ്ങിയോ? ഞാൻ 1 അവറിനുള്ളിൽ എത്തും. ആഹാ, നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലേ. നീ എന്താ എൻ്റെ അടുത്തൊന്നും മിണ്ടാത്തേ? ഇവിടെ നിനക്ക് എൻ്റെ ഒരു ദേഷ്യ? ഈ ഡയലോഗ് കേട്ട് ഞാൻ മടുത്തു. പിന്നെ ഈ അഭിനയം വല്ല ഓഡിഷനിൽ കൊണ്ട് കാണിച്ചു നോക്ക്, ചിലപ്പോൾ സെലക്ട് ആവും. സുജി, ഇന്ന് ഞായറാഴ്ച അല്ലേ, നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ? കുറേ ദിവസമായില്ലേ പുറത്തോട്ടൊക്കെ പോയിട്ട്. പുറത്തു പോണോ നിനക്ക്? എനിക്ക് തലപ്രാന്ത് എടുക്കുന്നു ഇതിന്റെ ശബ്ദം. എടി, എനിക്ക് കുറച്ച് സമാധാനം താടി. സുജി, ഞാൻ ചുമ്മാ സന്തോഷത്തിന്. സന്തോഷത്തിനാ? എനിക്ക് നിന്റെ സന്തോഷം കൊഞ്ചലും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് നിന്നെ ഞാൻ കിട്ടിയത്. എനിക്ക് നിന്റെ മുഖം കാണുമ്പോൾ ഇപ്പൊ വെറുപ്പാണ്. സുജി, എന്താ ഇത്? ഇതിനേക്കാൾ നീ ഞാൻ കൊന്നാളാ. എന്റെ മുമ്പിൽ നീ ഒന്ന് പോ പ്ലീസ്. എനിക്കറിയാം ഞാൻ പോണോ, ഞാൻ പോയി തരാം, പോരെ. നീ എന്തിനാ എന്റെ സാധനങ്ങൾ എടുക്കുന്നത്? ഇത്രയും ക്യാഷ് ഈ ക്യാഷ് ആർക്കാ കൊടുക്കുന്നേ? അത് നീ അറിയേണ്ട ആവശ്യമില്ല. നീ ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ. ഞാൻ നിന്റെ ഭാര്യയാണ്. ഞാൻ നിന്റെ അടിമയല്ല. സുജി, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? കല്യാണം കഴിഞ്ഞ് 2 മാസം ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ഇന്ന് ശരിയാവും നാളെ ശരിയാവും, ദിവസം കുറേയായി. ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ പണ്ട് ഇങ്ങനെ തന്നെയാണോ? എനിക്ക് എന്റേതായ പ്രൈവസി ഉണ്ട്. ആ പ്രൈവസിയിൽ മറ്റൊരാൾ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് നീ ശ്രമിക്കരുത്. ഇതാണ് ഞാൻ ചോദിച്ചിട്ടുള്ള ആൻസർ. എനിക്ക് സമയമില്ല, എനിക്ക് പോകണം. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇന്നലെ വീട്ടിൽ വലിയ വഴക്കായിരുന്നു. അവൾക്ക് എന്തെങ്കിലും മനസ്സിലായായിരുന്നോ? ഇല്ല, അവൾക്ക് നിന്നെ അറിയില്ലെന്നാണ് എന്റെ വിശ്വാസം. എത്ര നാൾ നീ ഇത് മൂടി വെക്കും സുജിൻ? അപ്പം ഡിവോഴ്സ് തന്നെയാണല്ലേ ഏകമാർഗം. നീ ഇങ്ങനെ മാനസികമായിട്ട് തകരാതിരിക്കും സുജിൻ. നീ എന്തായാലും അവളോട് ഇത് തുറന്ന് സംസാരിക്ക്. എന്നിട്ട് നമുക്ക് ഡിവോഴ്സ് വേണോ വേണ്ടോ തീരുമാനിച്ചാ പോരെ. അവക്കും അതറിയാനുള്ള അവകാശം ഉണ്ട്. വേണ്ട റീത്ത, അവളിത് അറിഞ്ഞ അതിനേക്കാൾ നല്ലത് അവളെന്നെ വെറുത്ത് പോകുന്ന. ഓക്കെ, എന്തായാലും അത് നിന്റെ ഇഷ്ടമാണ്. പക്ഷെ ഒന്ന് ഓർക്കുക, ഒരിക്കലും ഇത് നമുക്ക് അധികകാലം മൂടി വെക്കാൻ പറ്റില്ല.